കുറേ നാളായി നമ്മൾ ഡിന്നറിന് എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് തന്തൂരി ചിക്കൻ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് ഡിന്നറിന് തന്തൂരി ചിക്കനും ചപ്പാത്തിയാണ്. അപ്പോൾ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. എന്നാലേ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മസാല പൗഡറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, തന്തൂരി ചിക്കൻ മസാല. അപ്പോൾ ആ ഒരു മസാലപ്പൊടിയിൽ നിന്ന് 2 ടീസ്പൂൺ മസാല ചേർത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തൈര് വേണം. തൈര് നമ്മൾ ഒരു അരിപ്പയിലിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ മസാല വെള്ളമായി പോകും. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നാരങ്ങാനീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് കൊടുക്കാം. കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്, കുറച്ച് കസൂരി മേത്തി ചേർക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഓയിൽ ചേർക്കാം, 1 ടീസ്പൂൺ ഓയിൽ, കുറച്ച് റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് കുഴച്ചെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കുറവാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പിടിക്ക് മുന്നിൽ നിൽക്കണം ഉപ്പ്, അപ്പോഴാണ് ചിക്കനിലേക്ക് നന്നായി കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ അത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക മസാല. ആ ചിക്കനിൽ നമ്മൾ വരഞ്ഞിട്ടില്ലേ, അതിൻ്റെ ഉള്ളിലൊക്കെ മസാല നന്നായിട്ട് തേച്ച് കൊടുക്കണം, എന്നാലേ മസാല പിടിക്കുകയുള്ളൂ ചിക്കനിലേക്ക്. അപ്പോൾ നമുക്ക് ആ ഒരു തന്തൂരിയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ചാർക്കോൾ കത്തിച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. നമ്മൾ പുക വന്ന ഉടനെ തന്നെ അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം ഇത് നമ്മൾ മാറ്റി വെച്ചിട്ട് ചിക്കൻ 4 മണിക്കൂർ റെസ്റ്റ് കഴിഞ്ഞിട്ട് വെക്കണം. 4 മണിക്കൂറിന് ശേഷം നമ്മൾ ഇതൊന്ന് തന്തൂരി റെഡിയാക്കാൻ പോവാണ്. അതിനായിട്ട് കുറച്ച് ബട്ടർ ഇതിൽ വേണേൽ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് എയർ ഫ്രയറിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിൽ ചെയ്യാം. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തവയിൽ വെച്ചിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടും തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാനിപ്പം 150 ഡിഗ്രിയിൽ 30 മിനിറ്റാണ്. 15 മിനിറ്റ് ഒരു സൈഡ്, 15 മിനിറ്റ് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ 30 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഇതുപോലെ ആയി കിട്ടും. നമ്മൾ ബട്ടറൊക്കെ ചേർത്തുകൊണ്ട് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് ഈ ഒരു തന്തൂരി ചിക്കന്. അപ്പോൾ നമ്മൾ ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഡിന്നർ നല്ല അടിപൊളിയാണ്. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമായിട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ ടാറ്റാ.